ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് റിതം മൂവ്മെൻറ്റ്സ്. ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഒരു റിവിഷൻ ക്ലാസ്സാണ്. ചാപ്റ്ററിൻ്റെ പേര് ട്രിഗ്നോമെട്രി. സോ SSLC നിങ്ങൾ എഴുതാൻ പോകുന്ന SSLC ക്ലാസ്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് SSLC ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. പക്ഷേ മിക്കവർക്കും ഈ ഒരു ചാപ്റ്റർ വളരെ ടഫായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, പക്ഷേ ഈ ട്രിഗ്നോമെട്രി എന്ന് പറയുന്നത് ഈ ഒരു 10th സ്റ്റാൻഡേർഡ് കൊണ്ടിട്ട് സ്റ്റോപ്പ് ആവുന്ന ഒരു ചാപ്റ്ററല്ല. ഇതിന് കണ്ടിന്യൂഷൻ നിങ്ങൾക്ക് +1 +2 നിങ്ങൾ ചൂസ് ചെയ്യുന്ന ഓപ്ഷനിൽ മാത്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ഈ ട്രിഗ്നോമെട്രിയുടെ നിങ്ങൾക്ക് ഹയർ വേർഷൻസ് പഠിക്കാനുണ്ടാവും. അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് ഫീൽഡ്, അതുപോലെ തന്നെ ഹയർ ക്ലാസ്സസിലെല്ലാം ട്രിഗ്നോമെട്രിയുടെ കണ്ടിന്യൂഷൻ വരുന്നുണ്ട്. സോ അതെല്ലാം നിങ്ങൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഈ ട്രിഗ്നോമെട്രിയുടെ ബേസിക് ആയിട്ടുള്ള ഈ ഒരു ചാപ്റ്റർ തറോ ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. സോ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിലുള്ളത് SSLC ആണ്. സോ SSLCക്ക് A+ മെയിനായിട്ട് സ്കോർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും ഈ ഒരു ചാപ്റ്റർ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഓക്കെ, ദാറ്റ് മച്ച് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ. സോ ഇത് പഠിക്കാനായിട്ട് മിക്കവരും ടഫായിട്ട് ഫീൽ ആവുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇതിൻ്റെ ബേസിക് നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ടിട്ടാണ്. ഓക്കെ, ഏതൊരു ചാപ്റ്ററിൻ്റെയും ബേസിക് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ചാപ്റ്റർ പഠിക്കാൻ പറ്റും. ഈ ഒരു ചാപ്റ്റർ എന്നല്ല, ഏതൊരു ചാപ്റ്ററും ബേസിക്സ് അറിഞ്ഞിരുന്നിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട്. ട്രിഗ്നോമെട്രി എന്താണെന്ന് പഠിക്കുന്നതിന് മുൻപ്, ട്രിഗ്നോമെട്രിയിൽ ബാക്കി ബേസിക്സ് പഠിക്കുന്നതിന് മുൻപ് ആദ്യം ട്രിഗ്നോമെട്രി എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ട്രിഗ്നോമെട്രി എന്ന് പറയുന്നത് ഒരു റൈറ്റ് ട്രയാങ്കിളിന് മാത്രമുള്ള ഇതാണ്. ഓക്കെ, റൈറ്റ് ട്രയാങ്കിളിന് മാത്രമാണ് ഈ ട്രിഗ്നോമെട്രി ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. ഓക്കെ, ഒരുപാട് ട്രയാങ്കിൾസ് നമുക്കറിയാം, അക്യൂട്ട്, ഒബ്റ്റ്യൂസ്, അങ്ങനെ ഒരുപാട് ട്രയാങ്കിൾസ്. അതിൽ തന്നെ റൈറ്റ് ട്രയാങ്കിൾ, ദാറ്റ് മീൻസ് 1 ആംഗിൾ 90 ഡിഗ്രി. അതുപോലെ ഈ റൈറ്റ് ട്രയാങ്കിളിൻ്റെ സൈഡ്സിന് ഓരോ പേരുകളുണ്ട്. ഇത് ബേസ്. ഓക്കെ, ദിസ് പാർട്ട് ബേസ്. ദെൻ ഈ പെർപെൻഡിക്കുലറായിട്ട് വരുന്നത് ഓൾട്ടിറ്റ്യൂഡ്, ഹൈറ്റാണ് ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത്. 90 ഡിഗ്രി ഓപ്പോസിറ്റ് വരുന്ന ഈ ഒരു സൈഡ് എന്ന് പറയുന്നത് ഹൈപ്പോട്ടന്യൂസ്. ഓക്കെ, ഇതാണ് റൈറ്റ് ട്രയാങ്കിളുടെ 3 പാർട്സ് എന്ന് പറയുന്നത്. 1 ആംഗിൾ 90 ഡിഗ്രി, ബേസ്, ഓൾട്ടിറ്റ്യൂഡ്, 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് വരുന്നത് ഹൈപ്പോട്ടന്യൂസ്. സോ ഈ ട്രിഗ്നോമെട്രി എന്ന് പറയുന്നത് ഈ ഒരു റൈറ്റ് ട്രയാങ്കിളിന് വേണ്ടി മാത്രമുള്ളതാണ്. ഈ റൈറ്റ് ട്രയാങ്കിളിന് മാത്രമേ ട്രിഗ്നോമെട്രി നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ബേസിക്കായിട്ട് 2 റേഷ്യോ കൺസെപ്റ്റ് പഠിക്കാനായിട്ട്. ഓക്കെ, 2 റേഷ്യോ കൺസെപ്റ്റ്സ്. ആ റേഷ്യോ കൺസെപ്റ്റ് വെച്ചിട്ടാണ് മിക്കവാറും പ്രോബ്ലംസ് എല്ലാം നമ്മൾ സോൾവ് ചെയ്യുന്നത്. ഇനി നമുക്ക് 2 റൈറ്റ് ട്രയാങ്കിൾസ് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇനി പറയുന്ന 2 റൈറ്റ് ട്രയാങ്കിൾസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഈ റേഷ്യോ കൺസെപ്റ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 റൈറ്റ് ട്രയാങ്കിൾ. ഫസ്റ്റ് റൈറ്റ് ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഒരു ആംഗിൾ 90 ഡിഗ്രി, ദെൻ നെക്സ്റ്റ് ആംഗിൾ 30 ഡിഗ്രി. ഓക്കെ, സോ 30 ഡിഗ്രി ആംഗിൾ, 190 ഡിഗ്രി ആംഗിൾ. ദെൻ ഇത് നമുക്കറിയാം, ഇവിടെ 30 ഇവിടെ 90 ഉണ്ടെങ്കിൽ റിമൈനിങ് എന്ന് പറയുന്നത് 60 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, സോ 30, 60, 90 ഡിഗ്രി. ഓക്കെ, ദിസ് ഈസ് ദ ഫസ്റ്റ് റൈറ്റ് ട്രയാങ്കിൾ ദാറ്റ് വി ഹാവ് ടു കൺസിഡർ ഫോർ ദ റേഷ്യോ. ഓക്കെ, സോ ഫസ്റ്റ് റേഷ്യോ കൺസെപ്റ്റ് വരുന്നത് ഈ ഒരു റൈറ്റ് ട്രയാങ്കിളിനാണ്. സോ ഒരു റൈറ്റ് ട്രയാങ്കിളിൻ്റെ 3 ആംഗിൾസ് ഈ രീതിയിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സൈഡ്സ് ഓപ്പോസിറ്റ്. ഓക്കെ, ഈ ആംഗിൾസിന് ഓപ്പോസിറ്റ് വരുന്ന സൈഡ്സ് വിൽ ബി ഇൻ എ പെർട്ടിക്കുലർ റേഷ്യോ. ദ റേഷ്യോ എന്ന് പറയുന്നത് 1:√3:2 ആണ്. ഓക്കെ, 9th സ്റ്റാൻഡേർഡ് മുതൽ നമ്മളിത് പഠിക്കുന്നതാണ്. 30, 60, 90 എന്ന് പറയുന്ന ഒരു റൈറ്റ് ട്രയാങ്കിൾ ഉണ്ടെങ്കിൽ അതിൻ്റെ സൈഡ്സ് 1:√3:2 എന്ന് പറയുന്ന റേഷ്യോയിലായിരിക്കും. ഓക്കെ, ഇതാണ് ഫസ്റ്റ് കൺസെപ്റ്റ്. ആദ്യം നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം, അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വൺ പഠിക്കാം. ഓക്കെ, സോ ഇതിൽ 1:√3:2 നമുക്ക് റേഷ്യോ ബേസിക്കാണ്. ഇത് നിങ്ങൾ എന്തായാലും ബൈ ഹാർട്ട് ചെയ്യേണ്ടതാണ്. ഓക്കെ, യു ഹാവ് ടു ബൈ ഹാർട്ട് ദിസ്. ദെൻ പ്രോബ്ലംസ് വരുന്നത് ഇതിൽ ഈ 3 സൈഡാണ് വരുന്നത്. 3 ആംഗിളും 3 സൈഡും. ഇതിലേതെങ്കിലും ഒരു സൈഡ് നിങ്ങൾക്ക് തരും, എന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് ബാക്കി സൈഡ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ദെൻ ഏരിയ, പെരിമീറ്റർ. ക്വസ്റ്റ്യൻ ക്യാൻ ബി ലൈക്ക് എങ്ങനെ വേണമെങ്കിലും ആവാം. ഓക്കെ, സോ അത് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് എങ്ങനെ നമുക്കൊരു സൈഡ് തന്നിട്ടുണ്ടെങ്കിൽ ബാലൻസ് മെഷർമെൻറ്റ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാമെന്ന് പഠിക്കാം. സോ ഇവിടെ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത്, അതിന് പല മെത്തേഡ്സാണുള്ളത്. സോ ഒരു ഈസി ട്രിക്കായിട്ട് പറഞ്ഞുതരാം. അതായത് ഇവിടെ 1 ഇവിടെ ഉണ്ട്, ഇവിടെ 2 ഉണ്ട്. ഈ 3 റേഷ്യോ എന്ന് പറയുന്നത് 1√3:2 ആണ്. സോ ഇത് തമ്മിലുള്ള റിലേഷൻ നമുക്ക് മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഒരുപാട് കാൽക്കുലേഷൻസ് ഒന്നും ഇല്ലാണ്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അതായത് ഫസ്റ്റ് ഇവിടെ 1 ആണ്, ഇവിടെ 2 ആണ്. ഓക്കെ, സോ ഇവിടെ 1ഉം 2 എന്ന് പറയുമ്പോൾ ഡബിളാണ് വരുന്നത്. ഓക്കെ, *2, 1 × 2 ആണ് 2 വരുന്നത്. ഈ ഒരു പാർട്ട് എന്ന് പറയുന്നത് 1 × √3 ആണ് √3 എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇവിടുത്തതിൻ്റെ ഡബിളാണ് 90ൽ വരുന്നത്. ആ 1 × √3 എന്ന് പറയുന്നതാണ് ഇവിടെ വരുന്നത്. സോ
കാൽക്കുലേഷൻസ് ഒരുപാടൊന്നും പറഞ്ഞു തരുന്നില്ല, ജസ്റ്റ് ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം. സപ്പോസ് 30 ഡിഗ്രി ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് സപ്പോസ് ഇറ്റ് ഈസ് 4 സൈഡാണ് തന്നിട്ടുണ്ട്. യു ഹാവ് ടു ഫൈൻഡ് ബേസ് ആൻഡ് ഹൈപ്പോട്ടന്യൂസ്. ബേസ് സൈഡും ഫൈൻഡ് ഔട്ട് ചെയ്യണം, ഹൈപ്പോട്ടന്യൂസ് സൈഡും ഫൈൻഡ് ഔട്ട് ചെയ്യണം. സോ ബേസ് എന്ന് പറയുന്നത് 60 ഡിഗ്രി ഓപ്പോസിറ്റ്, ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് 90 ഡിഗ്രി ഓപ്പോസിറ്റ്. സോ ഇവിടെ 30യുടെ ഓപ്പോസിറ്റ് 4 ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങളൊന്ന് മാത്രം ചെയ്താൽ മതി, ജസ്റ്റ് ഡബിൾ എടുക്കാം. ഓക്കെ, ഈ 4ൻ്റെ ജസ്റ്റ് ഡബിൾ ആയിരിക്കും 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് 4ൻ്റെ ഡബിൾ 4 2s are 8 ആയിരിക്കും ഇവിടെ വരുന്ന മെഷർമെൻറ്റ്. ഈ √3 എന്ന് പറയുന്നത് ഇവിടെ എത്തുമ്പോൾ അത് 4√3 ആയിരിക്കും. ഓക്കെ, വേറെ ഒന്നും കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം. 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റാണ് നമുക്കറിയാമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡബിളായിരിക്കും 90യിൽ വരുന്നത്. ആ നമ്പറിനോട് √3 ഇട്ട് കഴിഞ്ഞാൽ 60 കിട്ടും. ഇനി സപ്പോസ് ഇത് 6 ആണെന്നുണ്ടെങ്കിലോ, 6 ആണെങ്കിൽ ഇവിടെ 6√3 വരും. 6ൻ്റെ ഡബിൾ 6 2s are 12 ആയിരിക്കും ഈ ഒരു മെഷർമെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന് കാൽക്കുലേഷൻ വൈസ് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ചെയ്യാനുണ്ട്. ദാറ്റ് മീൻസ് മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അതായത് 8/2 4, ആ 4 വെച്ച് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യണം, ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യണം. ആ രീതിയിൽ ഒരുപാട് വരുന്നുണ്ട്. ഇത് സിമ്പിളായിട്ടുള്ള ട്രിക്കാണ്, ജസ്റ്റ് ഇതൊന്ന് ഓർത്ത് വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഇനി സപ്പോസ് 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റുള്ള മെഷർമെൻറ്റാണ് തരുന്നതെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ 90യുടെ ഓപ്പോസിറ്റ് നമുക്കിവിടെ 10 തന്നിട്ടുണ്ട്. ഓക്കെ, ഹൈപ്പോട്ടന്യൂസ് ഇസ് 10 സെൻറ്റിമീറ്റർ. ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് ഹൈപ്പോട്ടന്യൂസ് ഇസ് 10 സെൻറ്റിമീറ്റർ. വാട്ട് ഈസ് ബേസ് ആൻഡ് വാട്ട് ഈസ് ഓൾട്ടിറ്റ്യൂഡ്, ദെൻ ഫൈൻഡ് ഏരിയ. എങ്ങനെയാണ് ക്വസ്റ്റ്യൻ എന്നുണ്ടെങ്കിൽ 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് അറിയാമെങ്കിൽ എന്ത് ചെയ്താൽ മതി, അതിൻ്റെ നേരെ ഹാഫ് ആയിരിക്കും ഈ 30യുടെ വരുന്ന മെഷർമെൻറ്റ്. അതിന് കൂടെ √3 ഇട്ട് കഴിഞ്ഞാൽ ഇവിടുത്തെ മെഷർമെൻറ്റ്, അതായത് 60യുടെ ഓപ്പോസിറ്റുള്ള മെഷർ കിട്ടും. സോ ഇവിടെ 10 ആണെന്നുണ്ടെങ്കിൽ 30യുടെ ഓപ്പോസിറ്റ് 10ൻ്റെ ഹാഫ്, ദറ്റ് ഈസ് 5. ഹാഫും ഡബിളുമാണ് ഇവിടുത്തെ റിലേഷൻ എന്ന് പറയുന്നത്, അതൊന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇത് ഹാഫ് ഇവിടെ വരുമ്പോൾ ഹാഫ് എടുക്കണം, ഇവിടെ വരുമ്പോൾ ഡബിൾ എടുക്കണം, അത്രേ ഉള്ളൂ. സോ ഇവിടുത്തെ മെഷർമെൻറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, 5√3 ആയിരിക്കും. സിമ്പിളായിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഇനി സപ്പോസ് ഈ 90യുടെ ഓപ്പോസിറ്റ് ഇതുപോലെ തന്നെ നമുക്ക് 6 ആണ് തന്നിരിക്കുന്നതെന്നുണ്ടെങ്കിൽ 6 സെൻറ്റിമീറ്റർ, 90യുടെ ഓപ്പോസിറ്റ് മെഷർമെൻറ്റ് 6. ഈ 10ന് പകരം സപ്പോസ് ഇത് 6 ആണെന്നുണ്ടെങ്കിൽ 30യുടെ ഓപ്പോസിറ്റ് മെഷർമെൻറ്റ് എന്തായിരിക്കും വരുന്നത്, 30യും 90യും ഹാഫ് ആൻഡ് ഡബിൾ റിലേഷനാണ്. ഓക്കെ, സോ ഇത് 6 ആണെന്നുണ്ടെങ്കിൽ 30യുടെ ഓപ്പോസിറ്റ് വരുന്ന മെഷർമെൻറ്റ് എന്ന് പറയുന്നത് 3 ആയിരിക്കും. 6ൻ്റെ ഹാഫ് 3, പിന്നെ ഈ മെഷർമെൻറ്റ് എന്ന് പറയുന്നത് ആ 3ൻ്റെ കൂടെ ഒരു √3 ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇനി നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉള്ളത് ഒരു മെഷർമെൻറ്റിൻ്റെ കേസിലാണ്. ഇപ്പോൾ 30യും 90യുടെ ഓപ്പോസിറ്റുള്ള മെഷർമെൻറ്റ് കിട്ടുമ്പോൾ നമുക്ക് ഹാഫ് ആൻഡ് ഡബിൾ എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്യാം. ഇനി സപ്പോസ് 60യുടെ ഓപ്പോസിറ്റുള്ള മെഷർമെൻ്റ് ആണ് തന്നിരിക്കുന്നതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ളത് നോക്കാം. സപ്പോസ് 60യുടെ ഓപ്പോസിറ്റുള്ള സൈഡ്, ഓക്കെ, 60യുടെ ഓപ്പോസിറ്റുള്ള സൈഡ് ഫോർ എക്സാമ്പിൾ ഒരു 2√3 എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെന്ന് വിചാരിക്കും. ഓക്കെ, സോ 2√3 അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഹൗ ടു ഫൈൻഡ് ദിസ് 30 ഓപ്പോസിറ്റ് സൈഡ് ആൻഡ് 90 ഓപ്പോസിറ്റ് സൈഡ്. ഓക്കെ, സോ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ √3യുടെ കൂടെയുള്ള നമ്പർ, ആ നമ്പർ സെയിം നമ്മൾ ഇവിടെ എടുത്തിടാം, 2. ഇനി ഇതിൻ്റെ ഡബിളാണ് ഇവിടെ വരുന്നത്, 2ൻ്റെ ഡബിൾ എന്ന് പറയുന്നത് 4. ഇതായിരിക്കും ആൻസർ വരുന്നത്. ഓക്കെ, സോ ഒരു 2√3 എന്ന് പറഞ്ഞാൽ നമുക്ക് വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ ആ 3യുടെ കൂടെ √3യുടെ കൂടെയുള്ള നമ്പർ ഇവിടെ വരും, അതിൻ്റെ ഡബിൾ ഇവിടെ. ഇത് രണ്ടും ഹാഫ് ആൻഡ് ഡബിൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. സപ്പോസ് ഇനി ഇതൊരു 8√3 ആണെന്നുണ്ടെങ്കിൽ, സപ്പോസ് 60യുടെ ഓപ്പോസിറ്റോട് സൈഡ് 8√3 തന്നാൽ ഈ 8 നേരെ ഇവിടെ ഇടും, 8ൻ്റെ ഡബിൾ 8 2s are 16 ആയിരിക്കും 90യുടെ ഓപ്പോസിറ്റ് വരുന്ന മെഷർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ 30യും 90യും ഈ രണ്ട് എൻഡിലുള്ള സൈഡ്സ് എപ്പോഴും ഹാഫ് ആൻഡ് ഡബിൾ റിലേഷനാണ്. ഇവിടെ ഇത് തന്നിട്ട് ഇതാണെങ്കിൽ അതിൻ്റെ ഹാഫ് എടുക്കുക, ഇതിൻ്റെ ഡബിളാണ് ഇവിടെ വരുന്നത്. നമ്മൾ ഈ സർക്കിൾസിൻ്റെ ചാപ്റ്ററിൽ ടാൻജൻസിൻ്റെ സർക്കിൾസിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു ഹാഫ് ആൻഡ് ഡബിൾ റിലേഷൻ, സെൻട്രൽ ആംഗിൾ വെച്ച് വരുന്നത്. അതേപോലെ തന്നെ ഇത് രണ്ടും ഹാഫ് ആൻഡ് ഡബിൾ റിലേഷനാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്. പിന്നെ ഇങ്ങനെ 60യുടെ ഓപ്പോസിറ്റുള്ള മെഷറാണ് തന്നിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ തന്നിരിക്കുന്ന വാല്യൂ √3യുടെ എലോങ് നമ്പർ എടുത്ത് ഇവിടെ എഴുതാം, അതിൻ്റെ ഡബിൾ എടുത്ത് ഇവിടെ എഴുതാം. ഇനി ഒരു കേസ് കൂടിയുണ്ട്. സപ്പോസ് ഈ 60യുടെ ഓപ്പോസിറ്റ് ജസ്റ്റ് നമ്പർ മാത്രമാണ് തരുന്നതെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ 4. ഓക്കെ, 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് മെഷർമെൻറ്റ് 4 സെൻറ്റിമീറ്റർ ഇങ്ങനെയാണ് തന്നിരിക്കുന്നതെന്നുണ്ടെങ്കിൽ എങ്ങനെ നമ്മൾ 30 ഓപ്പോസിറ്റ് 90 ഓപ്പോസിറ്റ് സൈഡ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യും എന്നുള്ളതാണ്. സോ ഈ ഒരു കേസിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്ത് ചെയ്യുക, ഇവിടെ √3 ആണ് ഇവിടെ മിസ്സിങ്. ആ √3നെ ഈ രണ്ട് സൈഡിലും ഡിവൈഡഡ് ബൈ √3 എന്നുള്ള രീതിയിൽ എഴുതാം.
ഓക്കെ 30 ഓപ്പോസിറ്റും 90 ഓപ്പോസിറ്റും √3 എന്നുള്ള രീതിയിൽ. ഇനി ന്യൂമറേറ്റർ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി, ഈ സെയിം 4 തന്നെ ഇവിടെ എടുത്തെഴുതാം, അതിൻ്റെ ഡബിൾ 4 2s are 8 ഇവിടെ എടുത്തെഴുതാം. സോ 4/√3 4 8/√3 എന്നുള്ള രീതിയിൽ വരും. ഓക്കെ, വൺ മോർ എക്സാമ്പിൾ വിൽ ഷോ യു. സപ്പോസ് 30 60 90 റേഷ്യോ നമുക്കറിയാം 1:√3:2. Suppose 60 degree opposite side is 10 centimeter. Okay, suppose 60 degree opposite side is 10 centimeter. Then 30 opposite will be 10 into kuda by √3, 10/√3. Then 10 into double 20, 20/√3. ഇതായിരിക്കും 90 ഡിഗ്രി ഓപ്പോസിറ്റ് മെഷർമെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ഒരു കേസിൽ മാത്രമേ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉള്ളൂ. ബാക്കിയെല്ലാം നമുക്കറിയാം 30 90 ഹാഫ് ആൻഡ് ഡബിൾ റിലേഷൻ. പിന്നെ ഇങ്ങനെ √3 അലോങ് വന്ന ആ സെയിം നമ്പർ തന്നെ പുറത്തെടുത്ത് അതിൻ്റെ ഡബിൾ എടുത്ത് 90 എഴുതാം. ഈ സിംഗിൾ നമ്പർ മാത്രം തരുമ്പോൾ എന്ത് ചെയ്യാം, √3 എന്നുള്ളത് ഈ രണ്ട് സൈഡിലും കൊടുക്കുക. പിന്നെ ബാക്കി നമ്മൾ ചെയ്ത പോലെ തന്നെ ഈ നമ്പർ എടുത്ത് ഇവിടെ എഴുതാം, അതിൻ്റെ ഡബിൾ ആയിരിക്കും 90 ഡിഗ്രി ഓപ്പോസിറ്റ് വരുന്നത്. ഓക്കെ, സോ കാൽക്കുലേഷൻ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് സിമ്പിളായിട്ട് എന്ത് ചെയ്യാം, 30 60 90 ഡിഗ്രി റേഷ്യോ വെച്ചിട്ട് ഒരു വാല്യൂ തന്നു കഴിഞ്ഞാൽ ബാക്കി രണ്ട് വാല്യൂസും ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഓക്കെ, സോ ഇനി ഇത് വെച്ചിട്ട് വരുന്ന ഒരു പ്രോബ്ലം കൂടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. SSLC എക്സാമിനും നിങ്ങളുടെ സെക്കൻഡ് ടൈം എക്സാമിനൊക്കെ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അതും കൂടി എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നമുക്ക് അടുത്ത റേഷ്യോ കൺസെപ്റ്റിലേക്ക് പോകാം. സോ ക്വസ്റ്റ്യൻ ഇതാണ്. A parallelogram is given with sides as 6 cm and 4 cm. Two parallel sides as 6 cm and 4 cm and one angle given as 30 degree. One angle is 30 degree. Question is calculate area of this parallelogram. What is the area? That is the question. ഇവിടെ ഏരിയ ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. പാരലലോഗ്രാമിൻ്റെ ഇക്വേഷൻ, ഏരിയ ഇക്വേഷൻ ഇസ് ബേസ് ഇൻറ്റു ഹൈറ്റ്. ഓക്കെ, BH ആണ് ഇക്വേഷൻ. ബേസ് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 6 cm. ഹൈറ്റാണ് മിസ്സിങ്. ഹൈറ്റ് എന്ന് പറയുമ്പോൾ ഈ രണ്ട് പാരലൽ സൈഡ്സിൻ്റെ ഇൻ ബിറ്റ്വീൻ ഡിസ്റ്റൻസ്. സോ നമുക്കിവിടെ ട്രിഗ്നോമെട്രിക് വാല്യൂ വെച്ചിട്ടാണ് ഇത് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടാവും. വൺ ആംഗിൾ തന്നിട്ടുണ്ട്, രണ്ട് സൈഡ് അങ്ങനെയൊക്കെ തന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം ദിസ് ക്വസ്റ്റ്യൻ ഈസ് ഫ്രം ട്രിഗ്നോമെട്രി ചാപ്റ്റർ. ഓക്കെ, സോ അത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ഞാൻ ആദ്യമേ പറഞ്ഞു ട്രിഗ്നോമെട്രി ഈസ് ഓൺലി ഫോർ റൈറ്റ് ട്രയാങ്കിൾ. ഓക്കെ, റൈറ്റ് ട്രയാങ്കിൾ മാത്രമുള്ളതാണ്. സോ വി നീഡ് എ റൈറ്റ് ട്രയാങ്കിൾ ഹിയർ. സോ ടു ഗെറ്റ് ദാറ്റ് റൈറ്റ് ട്രയാങ്കിൾ വി ക്യാൻ ഡ്രോ എ ലൈൻ ഫ്രം ദ അപ്പർ വെർട്ടെക്സ് D ടു ദ ബേസ്. ഈ D എന്ന് പറഞ്ഞ അപ്പർ വെർട്ടെക്സിൽ നിന്ന് ബേസിലേക്ക് നമുക്കൊരു പെർപെൻഡിക്കുലർ ലൈൻ വരക്കാം. ഓക്കെ, ഇങ്ങനെ ഒരു പെർപെൻഡിക്കുലർ ലൈൻ ഡോട്ടിൽ വരച്ചാൽ ക്ലിയർ ആവില്ല, അതുകൊണ്ടാണ്. സോ ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് എന്ത് കിട്ടി, വി ഗോട്ട് എ റൈറ്റ് ട്രയാങ്കിൾ ഹിയർ. പെർപെൻഡിക്കുലർ 90 ഡിഗ്രി ആംഗിൾ ഇവിടെ വരും. സോ ഹിയർ ഈ ഒരു ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഒരു റൈറ്റ് ട്രയാങ്കിളാണ്. 90 ഡിഗ്രി ഇവിടെയുണ്ട്, വൺ ആംഗിൾ 30 ഡിഗ്രി. സോ ഒബ്വിയസ്ലി ദിസ് ആംഗിൾ വിൽ ബി 60 ഡിഗ്രി. സോ സൈഡിൽ നമുക്ക് എഴുതി വെക്കാം 30 60 90 ഡിഗ്രി ആംഗിളാണ് നമുക്കിവിടെ ഫോം ചെയ്തിരിക്കുന്നത്. അതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 1:√3:2 ആണ്. ഇത് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് തന്നിരിക്കുന്ന സൈഡ് ഏത് ആംഗിൾ ഓപ്പോസിറ്റ് ആണെന്ന് നോക്കാം. 4 cm തന്നിട്ടുണ്ട്. ഇവിടെ ഈ 6 cm എന്നുള്ളത് കൺസിഡർ ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് ഫ്രം A ടു B ആണ് ഈ 6 എന്ന് പറയുന്നത്. നമുക്ക് വേണ്ടത് ഓൺലി ഈ A മുതൽ ഈ പോയിന്റ് വരെ ഉള്ളത്. Dൻ്റെ പെർപെൻഡിക്കുലർ ഉണ്ട്, 1 എൻ്റെ സ്റ്റാർട്ട് എൻ്റെ ചെയ്യുന്നത് ഇവിടെയാണ്. അവിടെ വരെയുള്ള മെഷർമെൻറ്റ് നമുക്കത് 3 എന്നൊന്നും കൺസിഡർ ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് ഹോൾ ലൈനാണ് 6. സോ ഈ ഒരു 4 cm ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ദാറ്റ് ഈസ് 90s ഓപ്പോസിറ്റ് ആണ് 4 വന്നിരിക്കുന്നത്. സോ നമുക്കിവിടെ 90 ഓപ്പോസിറ്റ് എന്ത് എഴുതാം, 4 എഴുതാം. ഓക്കെ, സോ നമ്മളെങ്ങനെയാണ് പഠിച്ചത്, 90 ഡിഗ്രിയാണെന്ന് നമുക്കറിയാമെന്നുണ്ടെങ്കിൽ അതിൻ്റെ നേരെ ഹാഫ് ആയിരിക്കും ഇവിടെ വരുന്നത്. അതിൻ്റെ കൂടെ ഒരു √3 ഇട്ടാൽ ഇവിടുത്തെ ആൻസറും കിട്ടും. അങ്ങനെയാണ് നമ്മൾ പഠിച്ചത്. സോ ഇവിടെ 4 ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഹാഫ്, 4ൻ്റെ ഹാഫ് എന്ന് പറയുന്നത് 2. ആ 2ൻ്റെ കൂടെ ഒരു √3 ഇട്ടാൽ 60യുടെ ഓപ്പോസിറ്റായി. അപ്പോൾ നമുക്ക് വേണ്ട മെഷർമെൻറ്റ് എന്ന് പറയുന്നത് ഏതാ, ഈ പെർപെൻഡിക്കുലർ ഹൈറ്റാണ് വേണ്ടത്. അത് 30യുടെ ഓപ്പോസിറ്റാണ്. സോ 30യുടെ ഓപ്പോസിറ്റ് എത്രയാണ് ഇവിടെ, 2. ദാറ്റ് മീൻസ് പെർപെൻഡിക്കുലർ ഹൈറ്റ് ഇസ് 2 cm ആണ് നമുക്ക് വേണ്ട പെർപെൻഡിക്കുലർ ഹൈറ്റ് എന്ന് പറയുന്നത്. സോ ഏരിയ വിൽ ബി ബേസ് 6 ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുന്നത് 2. സോ 6 2s are 12 cm² ആണ് ഏരിയ എന്ന് പറയുന്നത്.
ഓക്കെ, ഇത് 30 ഡിഗ്രി ഇവിടെ ആംഗിൾ വന്നതുകൊണ്ടിട്ടാണ് നമ്മൾ 30 ഡിഗ്രി ഓപ്പോസിറ്റുള്ള സൈഡ് ഈ 2 എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ഹൈറ്റ് ആയിട്ട് എടുത്തത്. സപ്പോസ് ഈ സെയിം ക്വസ്റ്റ്യനിൽ തന്നെ ഇവിടെ ആംഗിൾ ചേഞ്ച് ചെയ്തിട്ട് ഇത് 60 എന്നാണ് തന്നിരിക്കുന്നതെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഈ ആംഗിൾ 60 ആണ് തന്നിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അപ്പോഴും ട്രയാംഗിൾ സെയിം തന്നെയാണ്. 30, 60, 90, 4 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 90യുടെ ഓപ്പോസിറ്റ് തന്നെയാണ്. സോ ഈ രണ്ട് മെഷർമെൻറ്റിന് മാറ്റമില്ല. നമ്മൾ ചൂസ് ചെയ്യുന്ന സൈഡിന് ഡിഫറെൻ്റ് ആണ്. അതായത് ഇവിടെ പെർപെൻഡിക്കുലർ ഹൈറ്റ് എന്ന് പറയുന്നത് ഇവിടെ 60 ഓപ്പോസിറ്റാണ്. സോ 60യുടെ ഓപ്പോസിറ്റ് 2√3 വരും. ഓക്കെ, സൈഡ് ഓരോന്നും നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ഓപ്പോസിറ്റ് ഏത് ആംഗിളാണോ അതിൻ്റെ നേരെ കറസ്പോണ്ടിങ് വരുന്ന സൈഡാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഡയറക്റ്റ് വെറുതെ 2 എന്ന് എടുക്കരുത്. ഈ ആംഗിൾ ഇവിടെ 60, നമുക്ക് വേണ്ട സൈഡ് എന്ന് പറയുന്നത് ഈ പെർപെൻഡിക്കുലർ സൈഡാണ്. അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ എന്ന് പറയുന്നത് 60. സോ 60യുടെ കറസ്പോണ്ടിങ് ഇവിടെ 2√3 ആണ്. സോ അങ്ങനത്തെ കേസിലാണെങ്കിൽ 2ന് പകരം നമ്മളിവിടെ 2√3 എന്ന് ഇടണം. ഓക്കെ, സോ ആൻസർ ഡിഫറെൻ്റ് ആണ്. 6 2s are 12, 12√3 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് വരും ഇങ്ങനത്തെ കേസിലാണെങ്കിൽ. ഓക്കെ, ഡിപ്പെൻഡിങ് ഓൺ ദ ആംഗിൾ യു ഹാവ് ടു ചേഞ്ച് ദ ആൻസർ. ഇനി ഈ √3യുടെ വാല്യൂ ഇത് ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടാകും കറക്റ്റ് ടു ഡെസിമൽ, 2 ഡെസിമൽ, 3 ഡെസിമൽ അങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, √3യുടെ അപ്രോക്സിമേറ്റ് വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അതർവൈസ് യു ക്യാൻ സ്റ്റോപ്പ് ഹിയർ, യു വിൽ ഗെറ്റ് ഫുൾ മാർക്ക്. ഓക്കെ, സോ എഴുതി നിങ്ങൾ തെറ്റിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് നഷ്ടപ്പെടും. ഓക്കെ, യു വോണ്ട് ഗെറ്റ് ദ മാർക്ക്. ബട്ട് ഇവിടെ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് ഫുൾ മാർക്ക്. അറിയാമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചെയ്യുക. ഓക്കെ, ക്വസ്റ്റ്യനിൽ ഓൾറെഡി നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ടോപ്പിൽ എഴുതി വെച്ചിട്ടുണ്ട്, നോ നീഡ് ടു അപ്ലൈ ദ വാല്യൂസ് ഇഫ് ഇറ്റ് ഇസ് നോട്ട് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചെയ്താൽ മതി, അതല്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാം. സോ ഇവിടെ ഏരിയ എന്ന് പറയുന്നത് 12√3 സെൻറ്റിമീറ്റർ സ്ക്വയറാണ്. ഓക്കെ, സോ ഇതാണ് 30, 60, 90 വെച്ചിട്ടുള്ള ഒരു ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു പ്രോബ്ലം. ഇതിൽ തന്നെ ചിലപ്പോൾ പെരിമീറ്ററും കൂടി ചോദിക്കാം. പെരിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സം ഓഫ് ഓൾ ദ സൈഡ്സ്. സോ ഇവിടെ 6 ആണെങ്കിൽ ഇവിടെയും 6 വരും, ഇത് 4 ആണെങ്കിൽ ഇവിടെയും 4 വരും. ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലൽ ആൻഡ് ഈക്വൽ നമുക്കറിയാം. ജസ്റ്റ് ഇതെല്ലാം കൂടി ആഡ് ചെയ്താൽ മതി. ഓക്കെ, സോ ഇതാണ് ഫസ്റ്റ് റേഷ്യോ കൺസെപ്റ്റ് ചെയ്ത ഒരു പ്രോബ്ലം. സോ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ലെറ്റ്സ് ഡു മോർ പ്രോബ്ലംസ് ബേസ്ഡ് ഓൺ ദിസ്. ഓക്കെ, now let's learn the next ratio concept. One more ratio concept ഉണ്ട് ഈ ഒരൊറ്റ വീഡിയോയിൽ. ഇത് രണ്ടും കൂടി ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് ഡു നെക്സ്റ്റ് റേഷ്യോ കൺസെപ്റ്റ് സെയിം ലൈക്ക് ദിസ്. സോ നെക്സ്റ്റ് റേഷ്യോ കൺസെപ്റ്റിനും നമ്മൾ കൺസിഡർ ചെയ്യുന്നത് സെയിം റൈറ്റ് ട്രയാങ്കിൾ ആണ്. ഇവിടെ ചേഞ്ച് വരുന്നതെന്ന് വെച്ചാൽ വൺ ആംഗിൾ 90 ഡിഗ്രി, ഈ ആംഗിൾ എന്ന് പറയുന്നത് 45. സെക്കൻഡ് ആംഗിൾ ഒബ്വിയസ്ലി ഇറ്റ് വിൽ ബി 45. സം ഓഫ് ഓൾ ദ 3 ആംഗിൾസ് 180 ആയതുകൊണ്ട്. സോ ഇവിടുത്തെ റേഷ്യോ എന്ന് പറയുന്നത് ഇതാണ് ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. 45, 45, 90 ഡിഗ്രി. ഓക്കെ, ആംഗിൾസ് 45, 45, 90 ഡിഗ്രി. ഇതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 1:1:√2. ഇതാണ് റേഷ്യോ, 1:1:√2. മറ്റേതിനേക്കാൾ കുറച്ചുകൂടി ഈസിയാണത്, 1:1:√2. സോ ഈ ഒരു കേസിൽ നമുക്ക് തന്നിരിക്കുന്ന സൈഡ് ഇപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ്, ഇപ്പോൾ ഈ 1ന് പകരം സപ്പോസ് 6 സെൻറ്റിമീറ്റർ ആണെന്ന് വിചാരിക്കാം. 45 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് തന്നിരിക്കുന്നത് 6 ആണെന്നുണ്ടെങ്കിൽ റിമൈനിങ് 2 സൈഡ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി, ഇവിടെയും സെയിം മെഷർമെൻ്റ് ആയിരിക്കും. 6 ആണെങ്കിൽ ഇവിടെയും 6 ആയിരിക്കും. അടുത്ത മെഷർമെൻറ്റ് ചെയ്യാനായിട്ട് ജസ്റ്റ് ഈ നമ്പറിൻ്റെ കൂടെ എന്തിട്ട് കൊടുത്താൽ മതി, ഈ √2 കൊണ്ട് ഇട്ട് കൊടുത്താൽ മതി. 6:6:6 എന്നുള്ള കേസിൽ. ഓക്കെ, ഈ നമ്പേഴ്സ് എല്ലാം സെയിം തന്നെയായിരിക്കും. ഇവിടെ ഒരു √2 അഡീഷണൽ വരുന്നേ ഉള്ളൂ. ഇനി സപ്പോസ് ഈ സൈഡ് തന്നാലും ഇതേപോലെ തന്നെ എഴുതാം. ഈ രണ്ട് സൈഡിൽ ഏത് തന്നാലും സെയിം തന്നെ. ഇനി ഇവിടെ തന്നിരിക്കുന്നത് 12√2 സപ്പോസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഓക്കെ, 90 ഡിഗ്രി ഓപ്പോസിറ്റ് സൈഡാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നതെന്ന് വിചാരിക്കാം. ദാറ്റ് മീൻസ് സപ്പോസ് ഇൻ ദ ക്വസ്റ്റ്യൻ ഹൈപ്പോട്ടന്യൂസ് ഇസ് 12√2. ഹൈപ്പോട്ടന്യൂസ് ഇസ് 12√2 തന്നിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കാം. ഈ ട്രയാങ്കിളുടെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹാഫ് BH ആണ് ഇക്വേഷൻ. സോ ബേസും വേണം ഹൈറ്റും വേണം. സോ ബേസ് എന്ന് പറയുന്നത് 45 ഓപ്പോസിറ്റ് ആണ്, ഇനി ഹൈറ്റ് എന്ന് പറയുന്നതും 45 ഓപ്പോസിറ്റ്. സോ ഈ രണ്ട് മെഷർമെൻറ്റ് അറിയാൻ എന്ത് ചെയ്താൽ മതി, ഈ 12√2ൻ്റെ കൂടെയുള്ള നമ്പറിന് എന്ത് ചെയ്താൽ മതി, ഇവിടെ 2 എടുത്തിട്ട് കൊടുത്താൽ മതി. 12 ഇവിടെയും 12:12:12√2. ഈസിയാണ്. ഇനി ഇതിലൊരു കൺഫ്യൂഷൻ വരാനുള്ള ചാൻസ് എന്ന് പറയുന്നത് 90യുടെ ഓപ്പോസിറ്റ് സപ്പോസ് ജസ്റ്റ് നമ്പർ മാത്രം തന്നാൽ, ഫോർ എക്സാമ്പിൾ 3 എന്ന് മാത്രം, 90 ഡിഗ്രി ഓപ്പോസിറ്റ് സൈഡ് 3 സെൻറ്റിമീറ്റർ, 90 ഡിഗ്രി ഓപ്പോസിറ്റ് 3 ആണെന്ന് തന്നിട്ടുണ്ട്. ദെൻ ഹൗ വി വിൽ ഫൈൻഡ് ദീസ് 2 മെഷർമെൻറ്റ്. സോ അതിനെന്ത് ചെയ്താൽ മതി, നേരത്തെ പോലെ തന്നെ
നേരത്തെ നമ്മൾ 30, 60, 90 ചെയ്തല്ലോ, നമ്പർ മാത്രം തരുമ്പോൾ ആ √3നെ 2 എൻഡിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ √2 ആണ്, √3 അല്ല √2 ആണ്. അപ്പോൾ എന്ത് ചെയ്താൽ മതി, ഇവിടെയും ഡിവൈഡഡ് ബൈ √2 കൊടുക്കാം, രണ്ട് സൈഡിലും ഈ √2 ഡിവൈഡഡ് ബൈ കൊടുക്കാം. എന്നിട്ട് എന്ത് ചെയ്താൽ മതി, ഇവിടെ എന്താണോ നമ്പർ ആ നമ്പർ തന്നെ ഇവിടെ ഇട്ട് കൊടുക്കാം. 3/√2 3/√2 ദെൻ 3 ഇവിടെ വരും. ഓക്കെ, വൺ മോർ എക്സാമ്പിൾ. സപ്പോസ് ഈ 3ക്ക് പകരം 5 ആണെന്നുണ്ടെങ്കിൽ സെൻറ്റിമീറ്റർ, ഓക്കെ, 90 ഡിഗ്രി ഓപ്പോസിറ്റ് 5 സെൻറ്റിമീറ്റർ ആണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് സൈഡ് എങ്ങനെ വരും, 5ൻ്റെ കൂടെ ബൈ √2, ഇവിടെയും എന്ത് വരും 5/√2. ഓക്കെ, വെരി ഈസി. ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, കാൽക്കുലേഷൻ ഒന്നും വേണ്ട, ഡയറക്റ്റ് നിങ്ങൾക്ക് ആൻസർ എടുത്ത് എഴുതാം. അതേപോലെ തന്നെ നമുക്ക് ഈ മെഷർമെൻറ്റാണ് തന്നിരിക്കുന്നതെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഈ 5/√2 ആണ് തന്നിരിക്കുന്നതെന്നുണ്ടെങ്കിൽ 45 ഓപ്പോസിറ്റ് തന്നിട്ടുണ്ടെങ്കിൽ അടുത്തതും എന്ത് തന്നെ ആയിരിക്കും, 5/√2 ആയിരിക്കും. 90യുടെ ഓപ്പോസിറ്റ് ഈ √2നെ ക്യാൻസൽ ചെയ്തിട്ട് 5 മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, ഒന്നറിയാമെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ മറ്റേത് നമുക്ക് ചെയ്യാം. സോ ഇതാണ് 45, 90 ഡിഗ്രിയിൽ നമുക്കൊരു മെഷർമെൻറ്റ് അറിയാമെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ നമുക്ക് ആൻസർ എന്ത് ചെയ്യാം, ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ രണ്ട് റൈറ്റ് ട്രയാങ്കിളാണ് വരുന്നത്. ഒന്നെന്ന് പറയുന്നത് 30, 60, 90. അതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 1:√3:2. ഓക്കെ, കൺക്ലൂഡ് ചെയ്യണേണ്. ഫസ്റ്റ് വൺ ഇത്, സെക്കൻഡ് വൺ ഇത്. ഇതിൽ എന്താ വരുന്നത്, 30, 90യിൽ ഈ രണ്ട് റിലേഷൻ എന്ന് പറയുന്നത് ഹാഫ് ആൻഡ് ഡബിൾ ആണ്. ഓക്കെ, ഹാഫ് ആൻഡ് ഡബിൾ, അത് നിങ്ങളൊന്ന് ഓർത്താൽ മതി. ഹാഫ് ആൻഡ് ഡബിൾ റിലേഷൻ, ഹാഫ് ആൻഡ് ഡബിൾ റിലേഷനാണ് 30, 90യിൽ വരുന്നത്. അതായത് 1ഉം 2ഉം നേരിട്ട് കാണുമ്പോൾ തന്നെ നമുക്കറിയാം 1 and 2, ഇത് ഹാഫ് ഇത് ഡബിൾ എന്നുള്ളത്. പിന്നെ ആ നമ്പറിൻ്റെ കൂടെ ഈ നമ്പറിൻ്റെ കൂടെ ജസ്റ്റ് √3 ഇട്ട് കൊടുത്താൽ ഇവിടുത്തെ വാല്യൂ കിട്ടും. ഇതേപോലെ നമ്പറാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഈ 60യുടെ ഓപ്പോസിറ്റ് ഈ ഒരു കേസിൽ നമ്പറാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് എൻഡിൽ എന്ത് ഇട്ട് കൊടുക്കുക, √3 ഇട്ട് കൊടുത്തിട്ട് ആ നമ്പറും കൂടി അതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആൻസറായി. അതുപോലെ ഇതിൽ വരുന്നത് ഈ രണ്ട് നമ്പറും സെയിം ആയിരിക്കും, ആ നമ്പറിൻ്റെ കൂടെ ഒരു √2 ഇട്ട് കൊടുത്താൽ 90യുടെ ആൻസറായി. ഓക്കെ, സോ ഇത്രയും നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, റേഷ്യോസ് ബൈ ഹാർട്ട് ചെയ്യാം, പ്രോബ്ലംസ് ഈ ട്രിക്ക് വെച്ചിട്ട് പഠിക്കാം. വേറെ കാൽക്കുലേഷനും വേറെ അതിൻ്റെ ഇക്വേഷൻസ് ഒന്നും പഠിക്കേണ്ട, ഈ ഒരു ട്രിക്ക് വെച്ചിട്ട് ഈസി ആയിട്ട് ചെയ്യാം. ഓക്കെ, സോ പ്രോബ്ലംസ് നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഓക്കെ, ഒരുപാട് പ്രോബ്ലംസ് ഈ ഒരു സെക്ഷനിൽ, ദാറ്റ് മീൻസ് ഈ റേഷ്യോ കൺസെപ്റ്റ് മാത്രം യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ട്രിഗ്നോമെട്രി ചാപ്റ്ററിൽ ഓൾമോസ്റ്റ് എല്ലാ പ്രോബ്ലംസും ചെയ്യാൻ പറ്റും. ഓക്കെ, so learn properly. Hope you understand. Thank you. See you in the next video.